അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജൽ ഹുസ്ന ഇദാ ശിഅത സഹല. റബ്ബി സിദ്നാ ഇൽമാ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. സത്യത്തിൽ ആ അനുഗ്രഹങ്ങളൊക്കെ നാം നന്ദി കാണിക്കാറുണ്ടോ? ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ഭൂമിയിലെ സകല വസ്തുക്കളെയും അള്ളാഹു മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ആ വസ്തുക്കളെയെല്ലാം ഉപയോഗിക്കുന്ന നാം അതെല്ലാം നമുക്ക് വേണ്ടി സംവിധാനിച്ചു തന്ന റബ്ബിനെ ഓർക്കാറുണ്ടോ? മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ ശരീരം. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളം വരുന്ന ഞാടി നരമ്പുകളും രക്തക്കുഴലുകളും കുടലുകളുമെല്ലാം എത്ര കൃത്യമായിട്ടാണ് അവൻ സംവിധാനിച്ചത്. അതേ മനുഷ്യനെ അവൻ ഏറ്റവും ഉത്തമമായ രീതിയാണ് സൃഷ്ടിച്ചത്. അവന്റെ സൃഷ്ടികൾ ഏറ്റവും അംഗീകാരം അവൻ മനുഷ്യന് നൽകി. പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും ബുദ്ധിയും വിവേകവും നൽകി. കാഴ്ചയും കേൾവിയും ഹൃദയവും നൽകി. പക്ഷേ നമ്മൾ അധിക പേരും അവൻ നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുന്നില്ല. നമ്മൾ അധിക പേരും ഇന്നും നിരാശയിലാണ്. എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആളുകൾ സംതൃപ്തരല്ല. മറ്റു പലരിലേക്കും നോക്കി അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കാണാതെ പോകുന്നു. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. നിങ്ങൾ എപ്പോഴും നിങ്ങളെക്കാൾ നിഅമത്ത് കുറഞ്ഞവരിലേക്ക് നോക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൗതികമായ നിഅമത്തുകളാണ് കേട്ടോ. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കരുത്. വഅന്നഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ചെറുതായി കാണാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത്. സുബ്ഹാനല്ലാഹ്. നാം എല്ലാവരും അതുപോലെ തന്നെയാണല്ലേ. നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം വന്ന് കുറഞ്ഞു പോയാൽ നമ്മൾ അതിലേക്കാണ് ചിന്തിക്കുക. നമ്മുടെ ഇപ്പുറത്ത് നമ്മളെക്കാൾ ഒരുപാട് നിഅമത്തുകൾ കുറഞ്ഞ വ്യക്തികളുണ്ടാവും. നമ്മൾ അങ്ങോട്ടൊന്നും നോക്കൂല. നമ്മുടെ രണ്ട് കാലുകൾ കൊണ്ട് നടക്കുക എന്നുള്ളത് എളുപ്പമാണ്. എന്നാൽ ആ പാദം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടവരുടെ കാര്യമോ? ഒരു വിരലിന്റെ ഒരു അംശം അല്ലെങ്കിൽ ഒരു കാലിന്റെ ഒരു ചെറിയ ഫ്രാക്ചർ വന്നാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നടക്കാനല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ കാലില്ലാത്തവരുടെ കാര്യം എത്ര പ്രയാസകരമാണ്. നിരവധി പേർ അസഹനീയമായ വേദന ഉറക്കം വരാതെ കഴിയുമ്പോൾ നാം സുഖനിദ്രയിൽ ഉറങ്ങുന്നു. ഇതും അള്ളാഹുവിന്റെ ഒരു മഹത്തായ അനുഗ്രഹം തന്നെയല്ലേ. ഞാനും ഈ ഒരു പ്രയാസം അനുഭവിച്ചൊരു വ്യക്തി തന്നെയാണ് കേട്ടോ. എൻ്റെ ഇളയ മോളെ പ്രസവിച്ചതിന് ശേഷം എനിക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അന്നേരം ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ഒരുപാട് എന്നേക്കാൾ കൂടുതൽ അവരും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ മോളെ നോക്കാനോ ഒന്നിനും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്തേക്ക് അവരെന്റെ കൂടെ ഒരു താങ്ങും തണലുമായി. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഇല്ല. സുബ്ഹാനല്ലാഹ്, അവിടെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. രുചികരമായ ഭക്ഷണം കൊണ്ട് നാം വയറു നിറയ്ക്കുകയും ശീതളപാനീയം കൊണ്ട് ദാഹം തീർക്കുകയും ചെയ്യുന്നു. എന്നാൽ രോഗം കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതും ശീതളപാനീയം കുടിക്കാൻ കഴിയാത്തതും നമുക്കിടയിലുണ്ട്. ഇതും എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചതാണ്. എൻ്റെ ഉപ്പ 9 വർഷം മുന്നേ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ഉപ്പാക്ക് ലിവർ സിറോസിസ് ആയിരുന്നു. കാരണം ഉപ്പ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, ഭക്ഷണപ്രിയനായിരുന്നു. അതിലുപരി എൻ്റെ ഉപ്പാക്ക് ഷുഗറും ഉണ്ടായിരുന്നു. അത് കാരണം കൂടെ ഭയങ്കര വിശപ്പായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഉപ്പാക്ക് ചിലപ്പോൾ ഒന്ന് ഉറങ്ങി നീറ്റാൽ പോലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. പക്ഷെ ഈ രോഗം ബാധിച്ചതിന് ശേഷം എൻ്റെ ഉപ്പാക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും അത് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ എൻ്റെ ഉപ്പയിലൂടെ അനുഭവിച്ചറിഞ്ഞതാണ്. ഈ വെള്ളം കുടിക്കുന്ന കാലത്ത് എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ പിന്നെ കിഡ്നി പേഷ്യന്റ് ആയിരുന്നു. അവർക്കൊക്കെ ദാഹം വരുന്ന സമയത്ത് അവർക്ക് ഐസ് ക്യൂബാണ് വായിലിട്ടിട്ട് ദാഹം തീർക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണല്ലേ. നാം മനസ്സിലാക്കുന്നത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു അനുഗ്രഹം എത്ര മാത്രമാണ് എന്നുള്ളത്. എന്നാൽ ഇനി നമ്മുടെ കേൾവിയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ബദരിൽ നിന്ന് നാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ നാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രവിക്കാൻ കഴിയുന്നത് നമുക്ക് റബ്ബ് സുബ്ഹാനഹു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമുക്കൊരു ക്ലാസ് മിസ്സായാൽ തന്നെ അത് കേട്ടില്ലെങ്കിൽ ഭയങ്കര പ്രയാസം ഉണ്ടാവാറുണ്ടല്ലേ. അപ്പൊ ഈ ലോകത്ത് നടക്കുന്ന ഒരു സംഭവം കേൾക്കാൻ കഴിയാതെ എത്ര പേർ നമ്മുടെ ചുറ്റും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. നാം അവരെയൊക്കെ പരിഗണിക്കാറുണ്ടോ? നമ്മൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ അവഗണിച്ചല്ലേ മുന്നോട്ട് നീങ്ങാറുള്ളത്. അസ്തഗ്ഫിറുല്ലാഹ്. കാഴ്ചയുടെ കാര്യം അങ്ങനെ തന്നെ. ഈ അനുഗ്രഹീതമായ ലോകത്തെ കാണുവാൻ കഴിയാത്ത എത്ര പേർ നമുക്ക് ചുറ്റുമുണ്ട്.
എന്താണ് ഈ ലോകം എന്ന് ഇതുവരെ കാണാത്ത വ്യക്തികൾ തന്നെ ഒരുപാടില്ലേ? നിങ്ങളുടെ ഒരു കണ്ണ് ഉഹുദ് പർവ്വതത്തോളം സ്വർണത്തിന് പകരം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? ഇല്ല അല്ലേ? ഹിമാലയത്തോളം തൂക്കം വെള്ളി ലഭിച്ചാൽ നിങ്ങളുടെ കേൾവി ശക്തി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നമ്മുടെ നാ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മനോഹരമായ കൊട്ടാരം വിലക്ക് വാങ്ങാൻ നിങ്ങൾ തയ്യാറാകുമോ? അതുമില്ല അല്ലേ? മനോഹരമായ രത്നത്തിന് പകരം നമ്മുടെ കൈകൾ കൊടുക്കാൻ നാം തയ്യാറാകുമോ? ഇല്ല എന്നായിരിക്കും എല്ലാവരുടെയും മറുപടി. സമൃദ്ധമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾ മഹത്തായ നേട്ടവും നാം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴും പക്ഷെ അതൊന്നും നാം വേണ്ടത്ര മനസ്സിലാക്കുന്നില്ല. അപ്പോഴും നാം ക്ലേശത്തിലും ദുരിതത്തിലുമാണ് ജീവിക്കുന്നത്. ആയു പറക്കുന്ന ഒന്നാന്തരം ഭക്ഷണ വിഭവങ്ങളും തണുത്ത പാനീയങ്ങളും നല്ല ഉറക്കവും അതുല്യമായ ആരോഗ്യം ഉണ്ടായിരിക്കെ നാം എന്തിനാണ് മനോവ്യസ്ഥയും ദുഃഖത്തിലും കഴിയുന്നത്? മനുഷ്യർ പൊതുവെ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുകയും ഉള്ളതിനെ നന്ദി രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനല്ലേ? സമ്പത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ വിജയത്തിന്റെ താക്കോൽ ശതക്കണക്കിന് വസ്തുക്കൾ, സമ്മാനങ്ങൾ, വിശിഷ്ടമായ മറ്റനേകം സാധനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്ന കാര്യം നാം മറന്നു പോകുന്നു. സൂറത്തുൽ അദ്ദാരിയാത്തിൽ 21-ാമത്തെ വചനത്തിൽ പറയുന്നു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ തന്നെയും പല ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ? സത്യത്തിൽ നമ്മൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? നമുക്ക് കിട്ടിയ നിയമത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചാണ് നമുക്ക് എപ്പോഴും പരാതിയില്ലേ? ഞാനും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കുടുംബം, ഭവനം, ജോലി, ആരോഗ്യം, നിങ്ങളുമായി ബന്ധപ്പെട്ടവർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം എന്നിവയെ കുറിച്ചെല്ലാം ചിന്തിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതാണ് സന്തോഷമുള്ള ജീവിതത്തിന്റെ ആദ്യ കവാടം. സത്യനിഷേധത്തെ കുറിച്ച് ഖുർആനിൽ ഇങ്ങനൊരു വചനം പറയുന്നുണ്ടല്ലേ? സൂറത്തുൽ അൻ-നഹ്ൽ പറയുന്നു, യവരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്സറുഹും കാഫിറൂൻ. അള്ളാഹുവിന്റെ അനുഗ്രഹം അവർ മനസ്സിലാക്കുകയും എന്നിട്ട് അവർ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. ശരിയാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു അനുഗ്രഹങ്ങളൊക്കെ. പക്ഷെ നമ്മൾ എന്താണ് അധികപേരും അത് മനസ്സിലാക്കി ജീവിക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് ബിഹി മിൻഹും. നീ ആർക്കെങ്കിലും അള്ളാഹു ഒരു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. നാം ആരെങ്കിലും ആ നിലയ്ക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാറുണ്ടോ? നാം ധാരാളം നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, എന്നിട്ടും എനിക്ക് എന്താണ് ഇങ്ങനെയൊക്കെ ഇത്രയും കടുത്ത രോഗങ്ങൾ, ഇത്രയും മാനസിക പ്രയാസങ്ങൾ? ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണല്ലേ? ഇന്നിപ്പോ റഷീദയുടെ പോസ്റ്റ് കണ്ടു. നാം അനുഭവിക്കുന്ന ഓരോ മാനസിക വിഷമങ്ങൾക്കും ചെറിയ ചെറിയ പ്രയാസങ്ങൾക്കൊക്കെ എന്താണ് നമ്മൾ ചെയ്ത തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമാണെന്ന്. സുബ്ഹാനല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു എത്ര പരിശുദ്ധനാണ്. നമ്മുടെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും റബ്ബ് സുബ്ഹാനഹു നമുക്ക് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നമ്മളെ സഹായിക്കല്ലേ സത്യം ചെയ്യുന്നത്. അത് ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞതാണ് കേട്ടോ. കാരണം ഞാൻ അത്യാവശ്യം ഒരു സുന്നി ഫാമിലി ആയിരുന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കുടുംബത്തിൽ വളർന്ന കുട്ടിയാണ്. അൽഹംദുലില്ലാഹ് അത്യാവശ്യം സുഖ സൗകര്യങ്ങൾ തന്നെയാണ് വന്നത്. പക്ഷെ എന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ആദ്യം എന്റെ ഉപ്പാന്റെ മരണം, അങ്ങനെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ റബ്ബ് സുബ്ഹാനഹു കൂടുതൽ അടുക്കാൻ തുടങ്ങിയത്. റബ്ബ് സുബ്ഹാനഹു പറഞ്ഞിട്ടില്ലേ, ഞാൻ അള്ളാഹു ആർക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ എന്റെ ദീനിൽ അറിവുള്ളവനാക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ എനിക്ക് അള്ളാഹു സുബ്ഹാനഹുവിന്റെ അനുഗ്രഹങ്ങളായിരുന്നു എന്നുള്ളത്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോഴും നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. അതെല്ലാം അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹങ്ങൾ തന്നെയാണ്. കാരണം ഈ ദുനിയാവ് സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞു, അൽ മാലു വൽ ബനു സിനത്തുൽ ഹയാത്തുദ് ദുനിയ, അല്ലെ? സമ്പത്തും സന്താനങ്ങളൊക്കെ എല്ലാം ഒരു അലങ്കാരങ്ങൾ മാത്രമാണ് എന്നുള്ളത്. സത്യത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവന്റെ കലാമിനെ മനസ്സിലാക്കുകയും എന്താണ് ദീനി, എന്താണ് ദുനിയാവ് എന്ന് മനസ്സിലാക്കുകയും എന്താണ് പരലോകം എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലേ. ഭൗതിക സുഖങ്ങളൊക്കെ താൽക്കാലികമാണ്. അത് എന്നിൽ നിന്നും ഓരോന്നോരോന്ന് എടുത്തു കളഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ ജീവിതത്തിൽ നിന്ന്. ഞാൻ ഒരുപാട് പ്രയാസങ്ങളുടെയും കടന്നു പോയൊരു വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്, അതിനൊക്കെ ഞാൻ തരണം ചെയ്ത് അള്ളാഹുവിന്റെ കലാമ കൊണ്ടും അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ മനസ്സിലാക്കിയത് കൊണ്ടും മാത്രമാണ്. ഒരുപാട് ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഞാൻ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാൻ അതിന്റെ പേരിൽ അഭിമാനിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇനി മലക്കുകൾ സഞ്ചരിക്കുന്ന ഈ ഒരു പിന്നെ ആൾക്കൂട്ടത്തിൽ വന്ന് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ റബ്ബ് സുബ്ഹാനഹു എനിക്ക് തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തന്നെ അതിനെ കാണുന്നു. എന്നെക്കാൾ ഒരുപാട് അറിവും വിവേകമുള്ള എന്റെ മുന്നിൽ ഇരിക്കുന്നതാണെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ മുമ്പിൽ ഇതുപോലെ രണ്ട് വാക്ക് സംസാരിക്കാൻ റബ്ബ് സുബ്ഹാനഹു എനിക്കൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെയും അവന്റെ കലാമിനെയും കൂടുതൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും മരണ സമയത്ത് നല്ല പുഞ്ചിരി ചെയ്യും അവരോട് മരിക്കുവാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم اغفر لي ولوالدي والمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته